എങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. ഈ പ്രാർത്ഥനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവിസിബിളായ കാര്യത്തെ നമുക്ക് ഇപ്പം നമ്മുടെ മുമ്പിൽ ചില കാര്യങ്ങൾ കാണുന്നില്ല, ഇൻവിസിബിളാണ്. ഇപ്പം ഇൻവിസിബിളായ കാര്യത്തിന് വേണ്ടി നാം വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിന് പോസിബിളായ വഴികളെ തുറക്കും. അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ ഇമ്പോസിബിളായ വഴികൾ ഒക്കെ തുറന്നു കിട്ടിയത്. ദൈവദാസന്മാരും ദൈവമക്കളും ഒരുമിച്ച് ഇമ്പോസിബിളാണ് പല കാര്യങ്ങളും നമുക്കറിയാം. പ്രത്യേകിച്ച് ദൈവമക്കൾ ചെല്ലുമ്പം ഒരു ഡോറും, അല്ലാത്തവർ ചെല്ലുമ്പോൾ ഇഷ്ടം പോലെ പിന്നെ ഡോറുകളാണ് ഓപ്പണ്. ദൈവമക്കൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് 100 കാര്യങ്ങളാണ് അല്ലേ. ദൈവികമായ കാര്യത്തിന് വേണ്ടി ചോദിച്ചു കഴിയുമ്പം പല കാര്യങ്ങളാണ്. എന്നാൽ അല്ലാത്ത എന്തെല്ലാം കാര്യത്തിന് യാതൊരു വിഷയവുമില്ല. എന്നാൽ ദൈവികമായ അനുഭവങ്ങൾക്ക് വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ അതിനെയെല്ലാം കവർ ചെയ്യുന്ന പ്രാർത്ഥനയിൽ നാം ജാഗരിക്കുക, വിഷയങ്ങളെ ദൈവസന്നിധിയിൽ കൊടുക്കുക. ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യട്ടെ. ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ടൊരു വേദഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. 2 തിമോത്തി ചാപ്റ്റർ 2 വേഴ്സസ് 1. 2 തിമോത്തി, അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് 2-ാം ലേഖനം, അതിൻ്റെ 2-ാം അധ്യായം, അതിൻ്റെ 1-ാം വാക്യം. ചാപ്റ്റർ 2 വേഴ്സസ് 1. മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം വായിച്ച ഈ വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായമാണ് നമ്മുടെ വായിച്ചത്. ഈ വേദഭാഗങ്ങൾ ശേഷാൽ തിമോത്തിയോസിന് വേണ്ടി ഇത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇതിനെ പ്രിപ്പയർ ചെയ്ത് അപ്പോസ്തലനെ ഒരുക്കുമ്പോൾ, ഈ സന്ദർഭം ഏതാണ്, ഈ സാഹചര്യം ഏതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിനകത്തെ ആത്മീയമായ സത്യങ്ങളെ നമ്മൾ ഗൃഹസ്ഥമാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സന്ദർഭം, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ ഇതിനകത്ത് ഈ 2-ാം അധ്യായത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ 2:9 ഒന്ന് വായിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. 9-നകത്ത് വന്നിരിക്കുന്ന വിഷയം ഏതാണ്? അതറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. കാര്യം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ചങ്ങല ധരിച്ച്, എവിടാ ചങ്ങല ധരിച്ച്? സാധാരണ ചങ്ങല ചെയിനിൽ എവിടെ ആയിരിക്കുന്നത്? എവിടാ ചെയിനിലായിരിക്കുന്നത്? നല്ല സ്ഥലത്താണോ ചെയിലിട്ടേക്കുന്നത്? അല്ല. ഹി വാസ് ഇംപ്രസൻറ്റ്. വെൻ റൈറ്റിംഗ് ദിസ് എപ്പിസോഡ് ഹി വാസ് ഇംപ്രസൻറ്റ്. അപ്പോൾ ചങ്ങല ധരിച്ച് തന്നോട് പറയുന്നൊരു പദമാണ് ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ എന്ന് പറഞ്ഞാൽ ലൈക്ക് എ ക്രിമിനൽ. ലൈക്ക് എ ക്രിമിനൽ. ഒരു ക്രിമിനൽ എന്ന പശ്ചാത്തലത്തിൽ ആരായി തീർന്നു? പറഞ്ഞാട്ടെ. ക്രിമിനൽ എന്ന പശ്ചാത്തലത്തിൽ ആരായി തീർന്നു? പൗലോസ് ആയി തീർന്നെന്ന്. കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. വേദപണ്ഡിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ഡോക്ടറേറ്റുകാരും ഗ്രീക്കിലും ഹീബ്രുവിലുമുള്ള വേദപണ്ഡിതന്മാർ അപ്പോസ്തലന്റെ മുമ്പിൽ അതുപോലെ ഭാഷ കൊണ്ടും നൈപുണ്യം കൊണ്ടും വാക്ചാതുര്യം കൊണ്ടും വളരെ ശ്രേഷ്ഠനായിരുന്ന ആര്? അപ്പോസ്തലനായ പൗലോസ്. നമുക്കറിയാം ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് എപ്രകാരം ആ ദൈവം തന്നെ പിടിച്ചു കൊണ്ടുവന്നെന്ന് നമുക്കറിയാം. കാരണം യഹൂദ മതത്തിൻ്റെ ഈടുറ്റ വ്യക്തിയായിരുന്നു. അല്ല ചുമ്മാതിങ്ങനെ 10-ാം ക്ലാസ്സും തോറ്റിട്ട് ദൈവമില്ലെന്ന് പറയുന്ന വ്യക്തിയല്ല. യഹൂദ മതത്തിൻ്റെ ഈടുറ്റ വ്യക്തി, ശക്തനായ വ്യക്തി അപ്പോസ്തലനായ പൗലോസ്. ഭാഷ കൊണ്ടും വൈവിധ്യം കൊണ്ടും അത് വർണ്ണിച്ചിട്ടുണ്ട് എങ്ങനെ ആയിരുന്നു എന്നുള്ളത്. സിറ്റിസൺഷിപ്പ് കൊണ്ടും
എല്ലാം അന്നത്തെ കാലത്ത് എന്തെല്ലാം വേണോ അതെല്ലാം തൻ്റെ ജീവിതത്തിൽ തൻ്റെ CV എടുത്ത് നോക്കിയാൽ, ബയോഡേറ്റ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ CV എടുത്ത് നോക്കിയാൽ മുൻപന്തിയിലെല്ലാം ഉണ്ട്, ഒന്നും മാറ്റിവെക്കാനില്ല. കംപ്ലീറ്റ് ക്ലിയർ CV-യാണ്. നമ്മൾ പറയുന്ന എല്ലാ കാര്യവും അദ്ദേഹത്തിനുണ്ട് CV എടുത്ത് നോക്കിയാൽ. അപ്പം അങ്ങനെയുള്ള വ്യക്തി ഈ ലേഖനം എഴുതുമ്പോൾ തൻ്റെ സാഹചര്യം എങ്ങനെ ആയിരിക്കുന്നു? കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി സുശേഷീകരിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? നമ്മുടെ ഭാഷയിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഇപ്പം നല്ലൊരു കംഫോർട്ട് സ്റ്റേഷനിലേക്കായല്ലേ, നമ്മുടെ ഭാഷ പറഞ്ഞാട്ടെ, ഇപ്പം ഏറ്റവും നല്ല. പക്ഷെ തൻ്റെ ജീവിതത്തിൽ കർത്താവിനെ സേവിച്ച് ദൗത്യം ചെയ്ത് താനിപ്പം വന്നിരിക്കുന്ന അവസ്ഥ ഏതാണ്? ലൈക്ക് എ ക്രിമിനൽ. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ആരെ ധൈര്യപ്പെടുത്തുക? ഇപ്പം ഈസ് എൻകറേജിങ് ഹിസ് ഓൺ സ്പിരിച്വൽ സൺ. ഹു ഈസ് ദ സ്പിരിച്വൽ സൺ? ചിൽഡ്രൻ, പ്ലീസ് ലിസൺ. ഹു ഈസ് ദ സ്പിരിച്വൽ സൺ? Timothy. He is encouraging. When he is in the prison, he is in present, he is encouraging someone. അവനിവിടെ എൻകറേജ് ചെയ്യുകയാണ്. അതാണ് ഇവിടെ വായിച്ചത്. എന്താ വായിച്ചത്? എൻ്റെ മകനെ, ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. ഈ ചങ്ങല ധരിക്കുമ്പോഴും തൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ നോക്കിയാൽ ഇനി അധികം ആയുസ് മുന്നോട്ടില്ല. കർത്താവിന് വേണ്ടി വേഗതയിൽ ഓടിയെങ്കിലും ഇപ്പോൾ ആയുസിൻ്റെ ഒടുവിലത്തെ ടൈം ഇതിനകത്ത് പിക്ചറൈസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ അവസാന ഭാഗങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുക ഈ അധ്യായം. ഞാൻ ബൈബിൾ സ്റ്റഡിയിൽ എടുക്കുമ്പോൾ ഇബ്രാഹിലേഖനമൊക്കെ ദീർഘമായിട്ട് അതിൻ്റെ ഒടുവിലത്തെ ഭാഗങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇനി ഈ ഭാഗങ്ങളിൽ കൂടെ ഒക്കെ പോകും. ഇതൊക്കെ മനസ്സിലാക്കിയെങ്കിലേ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അപ്പം തൻ്റെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ താൻ എത്തപ്പെട്ട് നിൽക്കുന്ന ഈ സങ്കീർണമായ അവസ്ഥയ്ക്കകത്ത് തനിക്ക് ദൈവം കൊടുത്ത ആത്മീയ കാഴ്ചപ്പാടോട്, ദർശനത്തോട്, കർത്താവിൻ്റെ പ്രവൃത്തിയിലേക്ക് വന്ന ആ സ്പിരിച്വൽ സണ്ണിനോട് പറയുകയാണ്, എൻ്റെ മകനെ, ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. അപ്പോൾ അവിടെ ഒരു കാര്യം ഒരു പദം ചിന്തിച്ചോണം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ മുന്നോട്ടുള്ള പോക്കിൽ, നമ്മുടെ മുന്നോട്ടുള്ള ലക്ഷ്യത്തിനകത്ത് നമുക്കാകെ ബലപ്പെടുവാൻ പറ്റുന്നത് ക്രിസ്തുവേശുവിലുള്ള കൃപയിലേ ഉള്ളൂ. മറ്റൊരു കാര്യങ്ങളിൽ നമ്മൾ ബലപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല, അതെല്ലാം മാറിപ്പോകുന്നതാണ്. ഇതെല്ലാം അപ്പോസ്തലൻ ഇത്ര വലിയ ഗ്രേറ്റസ്റ്റ് മിസ്റ്ററി ആയ, കർത്താവിന് വേണ്ടി പ്രകാശിച്ച, കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച, കർത്താവിന് വേണ്ടി അനേകരെ ക്രിസ്തുവിലേക്ക് നടത്തിയ ഈ മിസ്റ്ററി പറയുകയാണ്. ഹല്ലേലൂയ! ഈ മിസ്റ്ററി പറയുകയാണ്, മകനെ, എന്തെങ്കിലും രക്ഷയുണ്ടെങ്കിൽ നീ കർത്താവിൽ ബലപ്പെട്ടോണമെന്ന്. എന്തെങ്കിലും ബലമുണ്ടെങ്കിൽ നീ കർത്താവിൽ ബലപ്പെട്ടോണമെന്ന്. നീ ധനത്തിൽ ബലപ്പെട്ടോളെന്നല്ല പറഞ്ഞത്, നീ ഡോളറിൽ ബലപ്പെട്ടോളെന്നല്ല പറഞ്ഞത്, നീ യൂറോയിൽ ബലപ്പെട്ടോളെന്നല്ല പറഞ്ഞത്. കാരണം അവന്റെ അപ്പൻ, പൗലോസിന്റെ അപ്പൻ, ധാരാളം കപ്പലുകളുള്ള ഒരു ധനവാന്റെ മകനായിരുന്നു ഈ പോള്. ചുമ്മാ ധനത്തിൽ കയറി ഇരുന്നുകൊണ്ട് പ്രസംഗിക്കുന്നതല്ല അപ്പോസ്തലൻ. ധനത്തിൻ്റെ എല്ലാ സുഖവും അനുഭവിച്ചുകൊണ്ട് ചുമ്മാ പറഞ്ഞു വിടുന്ന വചനമല്ല ഈ തിമോത്തിയോസിൻ്റെ വചനം. എല്ലാ സുഖസൗകര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട്, മകനെ, നീ കൈയടിച്ചങ്ങ് ആരാധിച്ചോ, നീ ഉപവസിച്ചോ, നീ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞ് തള്ളിയിട്ട് പോകുന്ന ഒരു അപ്പോസ്തലനല്ല. He is living a real life in Christ Jesus. അങ്ങനെയുള്ളവർക്ക് ഉത്തരവുണ്ടെന്നേ, അങ്ങനെയുള്ളവർക്ക് അടിയുണ്ട്, അങ്ങനെയുള്ളവർക്ക് അടി കിട്ടാൻ പോകുന്നേ, അങ്ങനെയുള്ളവർക്ക് പൂച്ചണ്ടല്ല കിട്ടാൻ പോകുന്നത്, ബൊക്കെ അല്ല കിട്ടാൻ പോകുന്നത്, അങ്ങനെയുള്ളവരെ അടിക്കുമെന്ന്. പിന്നെന്തിനാ ഈ മാർഗത്തിൽ ഇറങ്ങിയത്? സുഖം കിട്ടാനോ?
ഒരിടത്ത് സുഖമില്ല. ഇപ്പോൾ ആകെ അന്തരീക്ഷം ഇളകിക്കൊണ്ടിരിക്കുക. എല്ലാ സുഖം തരും എന്നൊക്കെ വാഗ്ദാനം തരും. വെറുതെ ആ വാഗ്ദാനത്തിൻ്റെ പുറകെയൊന്നും പോകരുത്. എന്തെങ്കിലും സുഖം തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ വേറെന്തെങ്കിലും ഉണ്ട്. ഹി ഈസ് ലിവിങ് എ റിയൽ ക്രിസ്ത്യൻ ലൈഫ്. ഇത് ഇച്ചിരി പാടാ. ഈ റിയൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് പുറമെ കാണുന്നത് പോലെയല്ല. പുറമെ കാണുന്നത് പോലെയല്ല, അകമേ. പുറമെ കാണുന്നവർക്ക് എന്തു പറയാം? അഭിപ്രായം പറയാം. പക്ഷെ അകമേ ജീവിക്കണമെങ്കിൽ പറയാം പാടാ. അകമേ ജീവിക്കണമെങ്കിൽ പാടാ, പ്രയാസമുണ്ട്. അപ്പോസ്തലൻ ജീവിച്ചത് അതുകൊണ്ടാണ് താൻ ഫിലിപ്പിനകത്ത് പറയുന്നത്, ഒന്നെങ്കിൽ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന്, മരിക്കുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ കറ തീർന്ന ജീവിതമാണ്. കർത്താവിലുള്ള ജീവിതം എങ്ങനെ ആയിരിക്കണം? കറ തീർന്ന ജീവിതമായിരിക്കണം. ഒരിക്കൽ ഇതിനു വേണ്ടി ഞാൻ ഇറങ്ങിയതാ. ഒരിക്കൽ ഞാൻ കർത്താവിനെ പിൻപറ്റാൻ ഇറങ്ങിയതാ. ഇനി ഹാഫ് ആൻഡ് ഹാഫ് ഒരു ലൈഫല്ല, പൂർണ്ണതയുള്ള ജീവിതമായിരിക്കണം ക്രിസ്തുവിലുള്ള ജീവിതം. വേറൊരാൾ പറയുമ്പോൾ അങ്ങനെയും, വേറൊരാൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയും പറയാനല്ല. ക്രിസ്തുവിലുള്ള ജീവിതം എങ്ങനെയായിരിക്കണം? പൂർണ്ണതയുള്ളൊരു ജീവിതമായിരിക്കണം. അങ്ങനെയുള്ള ജീവിതത്തിൽ കൂടെ മുന്നോട്ട് പോയപ്പോൾ ഒരുപാട് എതിർപ്പുകൾ, ബുദ്ധിമുട്ടുകൾ പൗലോസിനെതിരെ വരികയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ചലഞ്ചുകൾ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനെതിരെ വരികയാണ്. എന്നാൽ അതിൻ്റെ അകത്ത് താൻ പറയുകയാണ്, എൻ്റെ മകനെ, ക്രിസ്തുവിലുള്ള കൃപയാൽ നീ ശക്തിപ്പെടുക. വിഷയങ്ങൾ, ഭാരങ്ങൾ, ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ വേദനകൾ, വെല്ലുവിളികൾ, പരിഹാസങ്ങൾ, ദുഷികൾ വരുമ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് അനേകരെ പിന്മാറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അനേകരെ യേശുവിനെ അല്ല കാണുന്നത്, അരുമനായകനെ അല്ല കാണുന്നത്. അനേകരെ കർത്താവിനെ കാണാതെ മനുഷ്യനെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുന്നു. We are not to look again the humans. അല്ല, താൻ പിടിച്ചിരിക്കുന്നത് ഒരേ ലക്ഷ്യമേ ഉള്ളൂ. എന്നെ വളരെ ചിന്തിപ്പിച്ചു ഒടുവിലത്തെ അനുഭവങ്ങളിൽ താൻ പറയുന്നത്. 4-ാം അധ്യായത്തിൽ താൻ പറയുന്നുണ്ട്, ഞാനോ ഇപ്പോൾ തന്നെ രാജാവായി തീരുന്നു. ഞാൻ ഹീറോ ആകുന്നെന്നല്ല പറഞ്ഞത്. 4-ാം അധ്യായത്തിൽ പറയുന്നു, നൗ ഐ ആം എ ഗ്രേറ്റ് ഹീറോ വിത്ത് എവരിതിങ് ഇൻ മൈ ഹാൻഡ്. പൊൻചെങ്കോലുള്ള ഒരു രാജാവായി ഞാൻ മാറിയിരിക്കുന്നല്ല അപ്പോസ്തലൻ ഒടുവിൽ പറയുന്നത്. ചക്രവർത്തിയായി എല്ലാരെയും ഭരിക്കുന്ന ഒരു രാജാവായി ഞാൻ തീർന്നിരിക്കുന്നല്ല അപ്പോസ്തലൻ പറഞ്ഞത്. ഞാനൊരു പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു. എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? ലക്ഷ്യമെന്താ? ലക്ഷ്യമെന്താ? കർത്താവിനോടുകൂടെ വസിക്കണം. എനിക്ക് വല്ല വിധേനെ അവനോടുകൂടെ വസിക്കണം. എനിക്ക് വല്ല വിധേനെ അവനോടുകൂടെ ആയിത്തീരണം. അതിനുവേണ്ടി ഞാൻ എന്തും ഉപേക്ഷിക്കാൻ തയ്യാറാ. അതിനുവേണ്ടി ഞാനല്ല റിസീവ് ചെയ്യാൻ തയ്യാറെന്നല്ല. അതിനുവേണ്ടി ഉപേക്ഷിക്കണോ, അതിനുവേണ്ടി ചിലത് കളയാൻ ഞാൻ തയ്യാറെന്ന് ഒരു ഉറച്ച തീരുമാനം വരുമ്പോഴാ നീ യഥാർത്ഥ ദൈവത്തിന്റെ പൈതലായി തീരുന്നത്. കളയേണ്ടത് കളയാതെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്നില്ല. ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ച് ദൈവസന്നിധി താഴ്ത്തിയെങ്കിൽ മാത്രമേ അവന്റെ വരവിൽ എടുക്കപ്പെടത്തുള്ളൂ. ഇല്ലേ, അമേരിക്കയിൽ പോകത്തില്ലെന്നോ, കാനഡയിൽ പോകത്തില്ലെന്നോ, യൂറോപ്പ് പാസ്പോർട്ട് കിട്ടത്തില്ലെന്നോ ഒന്നും അല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. അതെല്ലാം കിട്ടും.
പക്ഷെ കർത്താവിൻ്റെ വരവ് വേറെ വിഷയമാണ്. അത് യൂറോപ്പിൻ്റെ പാസ്പോർട്ടിൻ്റെ ബലത്തിലോ അമേരിക്കൻ വിസയുടെ ബലത്തിലോ കാനേഡിയൻ പാസ്പോർട്ടിൻ്റെ ബലത്തിലല്ല കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാൻ പോകുന്നത്. അത് വേറെ വിഷയം. അതും ഇതുമായിട്ട് മിക്സ് ചെയ്യരുത്. ജീവിച്ചാൽ കർത്താവിനോടുകൂടെ പോകാം. പറഞ്ഞു, പുസ്തകം പറയുകയാണ്, എൻ്റെ നിര്യാണ കാലം, എൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയം അടുത്തു. ഞാനിപ്പോൾ എങ്ങനെയാണ്? ഒരു പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. അവനോട് ചേരുവോ? നാം കൽപ്പനകളെ അനുസരിച്ചു, സ്നാനപ്പെട്ടു, നാം അഭിഷേകം പ്രാപിച്ചു, അതുകൊണ്ട് എല്ലാം കഴിഞ്ഞതാണോ? അവനോട് ചേരുവാനാണ് നാം തീരുമാനിച്ചിറങ്ങിയെങ്കിൽ we have to go through hallelujah ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ അനേക വിഷയത്തിനകത്തൂടെ നാം പോകേണ്ടവരാണ്. നാം ഹല്ലേലൂയ കർത്താവിനെ മുൻനിർത്തി വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കി ജീവിതയാത്ര മുന്നോട്ട് പോകേണ്ടവരാണ്. പലരും അവരുടെ ജീവിതയാത്രയിൽ പലതിൻ്റെയും പേരിൽ യേശുവിനെ ഒരു കഥാപാത്രമാക്കി മൂലക്കിട്ട് കളഞ്ഞു. യേശുവിനെ ആരാക്കി? ഒരു കഥാപാത്രമാക്കി അവരുടെ ജീവിതത്തിൽ മൂലക്കിട്ട് കളഞ്ഞു. എന്ന് പറഞ്ഞാൽ സമയം നോക്കി ആ കഥാപാത്രത്തെ ഒന്ന് നോക്കും, ഏതെങ്കിലും സീസൺ വരുമ്പം ആ കഥാപാത്രത്തെ ഒന്ന് കാണിക്കും. നോ 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 നോ, യേശു കർത്താവ് ഒരു സീസൺ അനുസരിച്ച് കാണിക്കാനല്ല ഈ ഭൂമിയിലേക്ക് വന്നത്. തെറ്റിദ്ധരിക്കപ്പെടരുത്. ഇനി ഒരു സീസൺ വരാൻ പോകുക. യേശു കർത്താവ് ഒരു സീസണിൽ വെളിപ്പെടേണ്ട ദൈവമല്ല, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ജനിക്കേണ്ടവനാണ് യേശു കർത്താവ്. ഓ ഹല്ലേലൂയ, അവന്റെ സാക്ഷിയായി നിനക്ക് തീരുവാൻ കഴിയുന്നില്ലെങ്കിൽ അവനോടുകൂടെ വാസം ചെയ്യുവാൻ സാധ്യമല്ല. ചുടാതര ഹതലാതര, ഇത് അനുഭവിച്ച ദൈവത്തിലാ പറയുന്നത്, ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒരു പാനീയാഗമായി അതിനകത്ത് ഒഴിക്കപ്പെടുമ്പോൾ പൂർണ്ണ ഇഷ്ടം ഒരു പാനീയാഗമായി സമർപ്പിക്കപ്പെടുമ്പോൾ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നിറവേറ്റപ്പെടേണ്ടത്. എൻ്റെ ഓട്ടത്തിന്, ക്രിസ്തീയ ഓട്ടത്തിനെതിരെ വരുന്ന ദോഷങ്ങളെ ഞാൻ നേരിടുവാൻ തയ്യാറായിരിക്കണം. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എൻ്റെ ഓട്ടത്തിന് വിരോധമായി വരുന്നതിനെ നേരിടുവാൻ ഞാൻ തയ്യാറായിരിക്കണം. ഒരു താഴോട്ട് വലിയ കാര്യങ്ങളുണ്ട്. പടൻ എങ്ങനെ ഉറങ്ങി? നന്ദി കയറിക്കേ. എനിമി വരുമ്പം ഉറങ്ങിയിരുന്നാൽ നടക്കുവോ? പടൻ ഇങ്ങനെ ഉറങ്ങിയിരുന്ന് കേറിക്കോ എന്ന് പറഞ്ഞ് പടനിരുന്ന കാര്യം എന്താവും? രാജ്യത്തിന്റെ കാര്യം എന്താവും? ഇന്ത്യൻ സോൾജേഴ്സ്, നമ്മുടെ ബ്രദർ മിലിറ്ററിയിൽ വർക്ക് ചെയ്ത ആളാ, ബ്രദറിനോട് ചോദിക്കണം, 24 മണിക്കൂർ 24/7 അവരെങ്ങനെ അലേർട്ടാ? ഒരു മെസ്സേജ് വയർലെസ്സിൽ വന്നു കഴിഞ്ഞാൽ അവർ ചാടി എഴുന്നേറ്റിരിക്കും. ഉറങ്ങി അല്ല പടം ജീവിക്കുന്നത്. അങ്ങനെ എങ്ങനെയും പടന് സംസാരിക്കാൻ പറ്റത്തില്ല. ഇതിന് മാത്രം, ഇത് പഠിപ്പിക്കാൻ മാത്രം ഡിസിപ്ലിൻ ഒന്നും വേണ്ട, എങ്ങനെയും ജീവിക്കാം. കാര്യം വേറെ, എങ്ങനെയും പോകാം, എങ്ങനെയും ജീവിക്കാം. ഞായറാഴ്ച മാത്രം അങ്ങനല്ല. ഒരു സോൾജറിനോട് ചോദിച്ചു നോക്കണം, 24/7 അലേർട്ടാണ്, മെസ്സേജ് വരുന്നുണ്ട്, കമാൻഡർ ഇട്ട് ഓർഡർ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയില്ല. ചോദിച്ചു നോക്ക്. ഉറക്കത്തിലും മൂടിലും കമാൻഡർ പാസ് ഒരു മെസ്സേജ് വയർലെസ്സിലേക്ക് പാസ് ചെയ്ത അത് സകല യൂണിറ്റിലും അത് വരും. ഏത് കമാൻഡറിന്റെ പേരിലാ നമ്മൾ ഇറങ്ങി തിരിച്ചത്? നമ്മുടെ കമാൻഡർ ആരാ?
നമ്മുടെ കമാൻഡർ ആരാ? നമ്മുടെ കമാൻഡർ ആരാ? കർത്താവായ യേശു ക്രിസ്തു. അവന്റെ ശബ്ദമാണ് നാം കേൾക്കേണ്ടത്. തൻ്റെ ഓട്ടത്തിനെതിരെ വന്ന ശത്രുവിനെ അപ്പോസ്തലൻ മനസ്സിലാക്കി. അപ്പോസ്തലൻ പറയുകയാണ്, ഓട്ടത്തിനെതിരെ വരുന്ന വ്യാപാരത്തെ ഞാൻ കയറി പിടിച്ച അവൻ എന്നെ കൊണ്ടുപോകും. കേൾക്കണേ, പണ്ട് ഈ മലവെള്ളപ്പാച്ചിൽ വരിക, വലിയ റേഞ്ചിലൊക്കെ ഉള്ളവർക്കറിയാം, ബ്രദറിനൊക്കെ അറിയാം. മലവെള്ളപ്പാച്ചിൽ വരുമ്പോൾ അതിനകത്ത് കുറേ തടികളും പിന്നെ ഈ സ്ഥാനങ്ങൾ വരും, വേസ്റ്റ് ഒഴുകി വരും. അത് പിടിക്കാനായിട്ട് ആൾക്കാരിറങ്ങും. അത് മലയിൽ നിന്നുള്ള ഒഴുക്കിലായി താഴെ ആറ്റിക്കൂടെ ഒഴുകി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു അച്ഛൻ എന്തോ ചെയ്തു, ഈ ആറ്റിക്കൂടെ ഒഴുകി വരുന്ന എന്തോ ഒരു കറുത്ത ഒരു സാധനം ഇങ്ങനെ ഒഴുകി വരുന്നു. അപ്പം അച്ഛൻ വിചാരിച്ചേണ്ട ആരാണ്ട് പാട്ടക്കെട്ട് എന്തോ സ്വർണമോ എന്തായാലും പാത്രങ്ങളോ ഏണ്ട് വെച്ചുകൊണ്ടിരിക്കും, ഇത് കയറി പിടിക്കാമെന്ന് പറഞ്ഞാൽ അച്ഛൻ ചാടി ആറ്റിലിറങ്ങി. അച്ഛൻ വലിയ തിടുക്കമുള്ള മനുഷ്യനാണ്. അച്ഛൻ ചാടി അങ്ങ് ആറ്റിലിറങ്ങി ഈ കറുത്ത വന്ന ഈ പുതപ്പിനെ കയറി പിടിച്ചു, കെട്ടിപ്പിടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പുതപ്പ് അച്ഛനെ വിടുന്നില്ല. കേൾക്കണേ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പുതപ്പ് അച്ഛനെ വിടുന്നില്ല. അച്ഛൻ അത് പുതപ്പിനെ കയറി വിടാം, പുതപ്പെന്നെ വിടുന്നില്ലല്ലോ. കാര്യം എന്തായിരുന്നു? കരടിയായിരുന്നു. അച്ഛനെ കൊണ്ട് അങ്ങ് പോയി. മനസ്സിലായോ? അച്ഛനെ കൊണ്ട് ആര് പോയി? കരടി പോയി. ദൈവം ഇതിലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഓട്ടത്തിനെതിരായി വരുന്ന ഒഴുക്കുകളെ എന്താണ് അപ്പാ നിന്റെ സന്നിധിയിൽ ഞാൻ ഹല്ലേലൂയ ആയിത്തീരേണ്ടത്? അങ്ങയുടെ പ്രവൃത്തിക്ക് വേണ്ടി ഹല്ലേലൂയ ഞാൻ ആയിത്തീരേണ്ട പോലെ ആയിത്തീരുവാൻ ഹല്ലേലൂയ എന്നെ ഇടയാക്കണമേ എന്ന് ഇന്ന് വൽക്കാലം പ്രാർത്ഥിക്കുന്നെങ്കിൽ കർത്താവ് നിന്നെ ഒരുക്കിയെടുക്കുവാൻ ഇടയായിത്തീരോ. നീ കൈവിടപ്പെട്ടു പോകത്തില്ല. നിന്നെ ശുദ്ധീകരിച്ച് അവൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് ഉപയോഗിക്കൂ. Hallelujah. Paul also sees many things in his life. അവൻ്റെ മുന്നോട്ടുള്ള ശുശ്രൂഷയ്ക്കകത്ത് അവനെതിരെ ഹല്ലേലൂയ വന്ന പ്രതിസന്ധിക്കകത്ത് വെല്ലുവിളിക്കകത്ത് ഹല്ലേലൂയ അവൻ എന്ത് ചെയ്യാണ്? അവൻ പറയുകയാണ്, നീ അവെയർ ആയിരിക്കേണ്ട, നീ കെയർഫുൾ ആയിരിക്കേണ്ട, ക്രിസ്തീയ ജീവിതത്തിനകത്ത് നീ അവെയർ ആയിരിക്കേണ്ട മേഖലകളുണ്ട്. എന്നെ ചിന്തിപ്പിച്ചു 4:14 ഒരു അവെയറായിരിക്കേണ്ട മേഖലയെപ്പറ്റി സ്പിരിച്വൽ സണ്ണിനോട് പറഞ്ഞു കൊടുക്കുക. ഇന്ന് എത്ര സ്പിരിച്വൽ സണ്ണന്മാരോട് പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്കറിയത്തില്ല. അവെയറായിരിക്കേണ്ട മേഖലയുണ്ട്, ഒരു ദൈവത്തിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേഖലകളുണ്ട്, അവെയറായിരിക്കേണ്ട മേഖലകളുണ്ട്, ഉണർന്നിരിക്കേണ്ട മേഖലകളുണ്ട്, അവെയറായി ശ്രദ്ധിക്കേണ്ട മേഖലയുണ്ട്. ഇവിടെ പറയുകയാണ്, എൻ്റെ മകൻ തിമോത്തിയോസേ, നീ അവെയറായിരിക്കേണ്ട മേഖലയുണ്ട്. കണ്ണടച്ചു നിനക്ക് പോകാൻ പറ്റത്തില്ല. നീ അവെയറായി നിൽക്കേണ്ട ചില മേഖലകളുണ്ട്, അത് തിരിച്ചറിയാതെ പോകരുത്. എന്താ അവെയറാകേണ്ടത്? ഒരുവനുണ്ടായിരുന്നു, അവിടെ പറയുന്നുണ്ട്, ആരാ? ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു, എന്നാൽ അവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും. കോപ്പർ സ്മിത്ത് ചെമ്പ് പണിക്കാരെ പറ്റി പഠിച്ചു നോക്കിയപ്പോൾ അവർ അക്കാലത്തും ഈ കാലത്തും അവരൊരുപോലെ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നവരാണ്. ചെമ്പ് പണിക്കാർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യാലിറ്റി വർക്കാണ്, അതിന് വെച്ച് ഡിമാൻഡുള്ള വർക്ക് തന്നെ. അപ്പോൾ ഈ അലക്സാണ്ടർ എന്ത് ചെയ്യുകയാണ്? അപ്പോസ്തലൻ്റെ സുശരണത്തിൽ അദ്ദേഹം മുന്നോട്ട് വന്നെങ്കിലും പിന്നത്തിലവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഫർദർ കോഴ്സിനോട് ദൈവത്തിൻ്റെ പ്രവൃത്തിയോട് എന്തുണ്ടായില്ല? ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയോട് അനുകൂലമായ അവസ്ഥ ഉണ്ടായില്ല. അത് എന്ത് ചെയ്തു? വളരെ ദോഷം ചെയ്തു. എന്നാൽ ഇവിടെ താൻ എന്തുവാ പറയുന്നത്? ദോഷം ചെയ്തുകൊണ്ട് എനിക്ക് ദോഷം പറ്റി, എൻ്റെ ശുശ്രൂഷയ്ക്ക് വളരെയധികം ദോഷമുണ്ടായി, അതുകൊണ്ട് ഞാൻ അന്ന് തൊട്ട് ഞാൻ കുറിച്ച് വച്ചിരിക്കുക എന്നാണോ അപ്പോസ്തലൻ പറഞ്ഞത്? അല്ല, അപ്പോസ്തലൻ പറഞ്ഞത് അത് ദൈവം നോക്കിക്കോളും. അത് ആര് നോക്കിക്കോളും? ദൈവം നോക്കിക്കോളും. അത് ദൈവം നോക്കിക്കോളും. അവൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ
ദൈവികമായ ഇടപെടലുണ്ടായിരിക്കുള്ളൂ. സോ യു ഹാവ് ടു ബി കെയർഫുൾ ഇൻ യുവർ സ്റ്റെപ്പ്, ഇൻ യുവർ ലൈഫ്. ഹല്ലേലൂയ. നീ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്റെ ഓട്ടം നീ സ്ഥിരതയോടെ ഓടേണ്ടത് ആവശ്യമാണ്. So you have to ask the grace of God in your life. ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ കൃപ വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ കൃപ യാചിക്കുന്നെങ്കിൽ അതാത് സമയങ്ങളിൽ ദൈവം നിൻ്റെ കാര്യം നോയിക്കോളും, ദൈവം നിൻ്റെ വിഷയം നോയിക്കോളും. ഹല്ലേലൂയ. ദൈവം നിൻ്റെ ആവശ്യങ്ങളെ നോയിക്കോളും, ദൈവം നിൻ്റെ എതിരുകളെ നോയിക്കോളും. നീയല്ല നോക്കേണ്ടത്, നീയല്ല ഇടപെടേണ്ടത്, ദൈവം നിന്റെ വിഷയങ്ങളെ നോക്കട്ടെ, ദൈവം നിന്റെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യട്ടെ. അപ്പോൾ അപ്പോസ്തലൻ ഉപദേശം കൊടുക്കുകയാണ്. ആ വിഷയത്തിൻ്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവമാണ് വിഷയങ്ങളുടെ മേൽ ഇടപെടുന്നത്. ഒരു വാക്യം കൂടെ പറഞ്ഞ് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് ആരാധിക്കാനായിട്ട് പോവുകയാണ്. റെവലേഷൻ ചാപ്റ്റർ 22 വേഴ്സസ് 12. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം കൂടെ വായിച്ച് എല്ലാവരും ദിവസം എഴുന്നേറ്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ, ഒരു പാട്ടുപാടി ആരാധിച്ച് പ്രാർത്ഥിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. Behold, I come quickly, and my reward is with me, to give every man according as his work shall be. ഇന്ന് അതിനെ ഓർത്ത് നമ്മൾ ഭാരപ്പെടേണ്ട. ദിവസം എഴുന്നേറ്റ് നിന്നാട്ടെ. നമ്മൾ പറഞ്ഞതിനെ ഓർത്ത് ഇങ്ങനെ വിചാരിച്ചിരിക്കുക. നോ നോ നോ. അവനവന്റെ പ്രവൃത്തിക്കനുസരിച്ച് കൊടുപ്പാൻ അറിയുന്ന നല്ലൊരു യജമാനനുണ്ട്. അപ്പോസ്തലൻ അറിയാം, ഞാൻ പറയാൻ പോയാൽ, ഞാൻ കൊടുക്കാൻ പോയാൽ അതെന്റെ ഓട്ടത്തെ ക്രിസ്തുവിന്റെ ബന്ധത്തിൽ നിന്ന്, ഹല്ലേലൂയ, എന്റെ ഓട്ടത്തിന്, ഹല്ലേലൂയ, ഞാൻ അവനോടുകൂടെ പോകേണ്ടതാണ്, അവനോടുകൂടെ ജീവിക്കേണ്ടതാണ്, അവനോടുകൂടെ ഹല്ലേലൂയ നടക്കേണ്ടതാണ്, അവനിൽ ഞാൻ ആശ്രയം വെക്കേണ്ടതാണ്. ഐ ഹാവ് ടു വാക്ക് വിത്ത് ഹിം, ഐ ഹാവ് ടു സ്റ്റാൻഡ് വിത്ത് ഹിം. ഹല്ലേലൂയ. അവനോടുകൂടെ വസിക്കേണ്ടതാണ്. ഒരു സമർപ്പണത്തിലേക്ക് വരാമോ? ദൈവത്തിന്റെ സന്നിധി താഴ്ത്തി കൊടുക്കാമോ? അപ്പൻ ആഗ്രഹിക്കുന്നത്, അപ്പന്റെ ഹൃദയപ്രകാരം മുന്നോട്ട് പോയില്ലെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അപ്പോസ്തലൻ പറയുന്നത്, ഹല്ലേലൂയ, you have to be careful in your life. ഹല്ലേലൂയ. ഒരു ഭടൻ, ഹല്ലേലൂയ, ആയിരിക്കേണ്ടത് അപ്രകാരമായിരിക്കണം. അവന്റെ എല്ലാ മേഖലകളിലും അവന് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി മാത്രമേ അവന് സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ. അവൻ വിശ്വസ്ത പഠനം രാജ്യം അവനെ മുദ്ര കുത്തുന്നത് അവനൊരു വിശ്വസ്തനായി തുടരുമ്പോഴാ. പാട്ടുപാടി ദൈവത്തിന്റെ മഹത്വം കൊടുക്കാം, ദൈവസന്നിധി താഴ്ത്തി സമർപ്പിക്കാം, കർത്താവിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി കൊടുത്താട്ടെ.